ഹലോ ഗൈസ്, ഈ മാമ്പഴത്തൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? നമ്മൾ കഴിഞ്ഞ ലുലുവിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇൻസ്റ്റയിൽ കണ്ട ഒരു ഡിഷ് ട്രൈ ചെയ്യാനെന്ന്. നമുക്ക് ഇന്നലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് അൽഫോൺസോ മാമ്പഴം എടുത്തേക്കണം. നമുക്ക് ഏത് മാമ്പഴം വേണം എടുക്കാം കേട്ടോ. കഴുകി വൃത്തിയാക്കി ചെത്തി നമ്മളിതാ കട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു നേരെ വെച്ചാൽ ശരിയാവില്ല, കാലിയാവും. അതുകൊണ്ട് പെട്ടെന്ന് ജാറിലേക്ക് മാറ്റി പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളവും ചേർത്തെടുത്തിട്ടോ നല്ലപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചൈന ഗ്രാസ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാവും എന്താണെന്ന് അറിയില്ല. അപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മൾ ഉണ്ടാക്കാൻ പോകണം എന്താണ്. നമ്മൾ മാംഗോ പുഡിങ്ങായിട്ട് ഉണ്ടാക്കുന്നത്. ഇതൊരു പ്ലാസ്റ്റിക്കൊക്കെ പോലെ ഇരിക്കും കാണും. നമുക്ക് എന്തായാലും നോക്കാം. വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. അത് നല്ല മെൽറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാംഗോയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാട്ടോ. നല്ലപോലെ മിക്സാണ്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആവണം. എന്നിട്ട് അടി ചേർത്ത് ഇളക്കിയില്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ലതുപോലെ മിക്സാക്കി എടുത്ത് നമ്മുടെ ഫ്ലെയിമൊക്കെ സിമ്മിലാക്കി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി റെഡിയാക്കി എടുക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ചിട്ട് നമ്മൾ ഗ്ലാസ്സിലേക്ക് കുറച്ച് പാലെടുത്ത് അതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യം ഒരു 1-2 സ്പൂണൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാലിടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മധുരത്തിന് വേണ്ട നമ്മുടെ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മുടെ ഇഷ്ടമുള്ള മധുരമൊക്കെ അത് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകണം. നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാറാനായിട്ട് ഒരു ഇളം ചൂട് വേണം കേട്ടോ. നമുക്ക് ചെറിയൊരു ചൂട് മതി. ഒരു പുഡിംഗ് ട്രേ നമ്മുടെ ഉള്ള ഏത് പാത്രമാണോ ഫസ്റ്റ് ടൈം ആണോട്ട് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കണം എന്താവും എനിക്കറിയില്ല. നമ്മൾ അതിലേക്ക് നമ്മുടെ മാംഗോയുടെ മിക്സ്, പാലിൻ്റെ മിക്സ്, മാംഗോയുടെ മിക്സ്, പാലിൻ്റെ മിക്സ് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്ത് തീരണം വരെ ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാകുമെന്ന്. ഞാൻ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് അലങ്കോലപ്പണിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ആൾക്കാരെ കളിയാക്കുന്നുണ്ട് എന്താവും ഏതോ നമുക്ക് ചോദിച്ചാൽ നമുക്ക് നോക്കാമല്ലേ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ റെഡിയാക്കാനായിട്ട് നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. തണുപ്പിക്കാനായിട്ട് ഒരു 2-2.5 മണിക്കൂറിനുള്ളിൽ സെറ്റാകുമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് നോക്കാം കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് നോക്കുകയാണ്. കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സെറ്റായിട്ടെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഗായ്സ് സൂപ്പറായിട്ടുണ്ട്. അവർ പറഞ്ഞ അതുപോലെ തന്നെ നമ്മുടെ ജെല്ലിയൊക്കെ ഇരിക്കില്ല ആ ഒരു ടെക്സ്ചറിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഇനി മോക്കൊന്ന് കൊടുത്തു നോക്കാം. അവൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനമാവും കേട്ടോ. കുഞ്ഞുങ്ങൾ കള്ളം പറയില്ലെന്നാണല്ലോ, പിള്ള മനസ്സിൽ കള്ളില്ലെന്നേ എങ്ങനെ. അപ്പം നമുക്കൊന്ന് കൊടുത്തു നോക്കാം. കുട്ടിക്ക് എന്തായാലും ഇഷ്ടമായി. അപ്പോൾ ഗൈസ് എൻ്റെ പുഡിങ് വിജയിച്ചു. അപ്പോൾ എല്ലാവരും മാംഗോ സീസൺ കഴിയുന്നതിന് മുമ്പ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.